ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് ഐറ്റമാണ്. എണ്ണപ്പലഹാരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റാത്തവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണിത്. ഉള്ളിയുടെ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഉള്ളി നിറച്ചതെന്നോ വെളുത്തുള്ളി നിറച്ചതെന്നോ ഒക്കെ പറയാം. അതുപോലെ ഇതിനകത്ത് ചെമ്മീൻ കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി ഫില്ലിങ്സ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10-12 ചെമ്മീനാണ്. ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു 20 മുതൽ 30 മിനിറ്റ് നേരത്തേക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങളൊക്കെ ചെറിയ പീസസായിട്ട് 3-4 പീസസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ ചെമ്മീനാണെങ്കിൽ അതനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഇച്ചിരി വലിപ്പമുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നും 4-5 പീസസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി 3-4 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ ഒരു സൈഡിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയും മസാലയൊക്കെ വഴറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെമ്മീനിലുള്ള എണ്ണയൊക്കെ തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റുക. ഇനി നമ്മൾ ഇതേ എണ്ണയിൽ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 10-15 ചെറിയുള്ളിയും കൂടി ചേർത്ത് വഴറ്റണം. ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവോള ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2-3 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്തുകൊണ്ട് ഇപ്പം മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ മസാലയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഈ ഉള്ളി കൂട്ടിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയും ചെമ്മീനും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതുപോലെ തേങ്ങയുടെ അളവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ആഡ് ചെയ്യാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ശരിക്കും ചെമ്മീനും തേങ്ങയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണിത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കവറിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് സോസ് പാൻ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒപ്പം 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ ബീറ്റ്റൂട്ട് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യില്ലേ, ആ പൊടിയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. വെള്ളവും അരിപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും.
സാധാരണ നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ടെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുഴക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ഒരല്പം കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് ചേർക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്, എന്നാലേ നമുക്ക് ആ ഒരു പിങ്കിഷ് കളർ കിട്ടുകയുള്ളൂ. ഇനി നമ്മളിത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിൽ ഇതാ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള തവി ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ചൂടുള്ള മാവ് കൈകൊണ്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതേ ചൂടോട് തന്നെ കൈ കൊണ്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയുടെ കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കാനൊക്കെ ചെയ്യില്ലേ, ആ ഒരു പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഉള്ളിയുടെ ഷേപ്പിലുള്ള ഈ മോൾഡാണ്. ഈ മോൾഡ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉള്ളിയുടെ ഷേപ്പിലുള്ള ഒരു കൊഴുക്കട്ട കിട്ടുന്നത്. ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മോൾഡിലേക്ക് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബോൾസൊക്കെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വിരലുപയോഗിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക. ഇതിലേക്കാണ് നമ്മുടെ മസാല ഫില്ലിങ്സ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട നല്ല ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ മാവ് ഒത്തിരി കനത്തിലെടുക്കരുത്, നല്ല നൈസായിട്ട് വേണം എടുക്കാനായിട്ട്. എങ്കിലേ നമ്മുടെ ഫില്ലിങ്സ് വയ്ക്കുമ്പോൾ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നിറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടോ 1 സ്പൂൺ കൊണ്ടോ അമർത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി മാവും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് സീൽ ചെയ്തെടുക്കാം. മാവ് നിറച്ചതിന് ശേഷം നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് മോൾഡിൽ നിന്ന് പതുക്കെ വിടുവിച്ചെടുക്കാം. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഒത്തിരി പ്രഷർ കൊടുത്തെടുക്കരുത്, അപ്പോൾ നമുക്കതിൻ്റെ ഷേപ്പ് അങ്ങ് പോവും. ഇപ്പോൾ നമുക്ക് ഉള്ളിയുടെ ഷേപ്പിലുള്ള നല്ലൊരു ഡംപ്ലിങ്സ് അല്ലെങ്കിൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അതുപോലെ പിങ്ക് കളറും കൂടി ചേർത്തുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഉള്ളി പോലെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള കൊഴുക്കട്ടയും കൂടി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും മോൾഡിൽ എണ്ണ തേച്ച് കൊടുക്കാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് വിട്ട് കിട്ടുകയുള്ളൂ, അതുപോലെ നല്ല ഷേപ്പിലും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത് ചെറിയ ഉരുളകളാക്കിയത് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് ഉരുട്ടി ഷേപ്പാക്കി എടുക്കുക. നമ്മുടെ സാധാരണ കൊഴുക്കട്ട പോലെ ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ മോൾഡ് കയ്യിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ഈ മോൾഡിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഡംപ്ലിങ്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചിരകിയ തേങ്ങയിലിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ഡംപ്ലിങ്സ് എടുത്ത് അതിൻ്റെ താഴ്ഭാഗം മാത്രം നമ്മളിതുപോലെ ചിരകിയ തേങ്ങയിലിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും ഉള്ളിയുടെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലൊരു ഇഡ്ഡലി പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഡംപ്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളി നിറച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ ഉപയോഗിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ എണ്ണയൊന്നും അധികം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിൽ. അതുപോലെ തന്നെ കൊഞ്ചും തേങ്ങയും ചേർത്തിട്ടുള്ള ഫില്ലിങ്സും
പിന്നെ ആ കളറും കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.